नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। हरे कृष्ण। ഭഗവത്ഗീത യഥാരൂപം അധ്യായം 18 ശ്ലോകം 7, 8, 9. ശ്ലോകം 7. നിയതസ്യ तो സന്യാസ ന്യാസ കർമ്മണോ कर्मणो ന न ഉപപദ്യതേ उपपद्यते മോഹാത് मोहात् തസ്യ तस्य പരിത്യാഗം परित्यागं താമസ तामसा പരികീർത്തിത. परिकीर्तिता നിയതസ്യ തു സന്യാസ नियतस्य सन्न्यासः കർമ്മണോ നോപപദ്യതേ कर्मणो नोपपद्यते മോഹാത് തസ്യ പരിത്യാഗ मोहातस्य परित्यागः താമസ പരികീർത്തിത. तामसा परिकीर्तिता നിയതസ്യ തു സന്യാസ नियतस्य तु सन्न्यासः കർമ്മണോ നോപപദ്യതേ कर्मणो नोपपद्यते മോഹാത് തസ്യ പരിത്യാഗ मोहातस्य परित्यागः താമസ പരികീർത്തിത. तामसा परिकीर्तिता നിയതസ്യ തു സന്യാസ കർമ്മണോ നോപപദ്യതേ കർമ്മണോ ഉപപദ്യതേ മോഹാത് തസ്യ പരിത്യാഗ മോഹാതസ്യ പരിത്യാഗം താമസ പരികീർത്തിത. താമസപരികീർത്തിതാ. ഹരേ കൃഷ്ണ. हरे कृष्ण। അപ്പോ കർമ്മത്തിന്റെ സന്യാസ യാഗം ഉപപദ്ധ്യത മോഹം തസ്യ അതിന്റെ പരിത്യാഗം പരികീർത്തിത ഘോഷിക്കുന്നു. നിയമങ്ങളെ ഒരിക്കലും ത്യാഗം തമോ ഗുണത്തിലുള്ളതാണ്. ഭൗതികം തൃപ്തിക്കാനുള്ള കാരണം ഉപേക്ഷിക്കണം. ഭഗവാന്റെ നൈവേദ്യം പാകം ചെയ്യുക, നിവേദിക്കുക, അതിന്റെ ഭക്ഷിക്കുക മുതലായ കർമ്മങ്ങൾ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്ന ആയതുകൊണ്ട് അവ ശ്രദ്ധാപൂർവം പരിശീലിക്കേണ്ടതാണ്. ഒരു സന്യാസത്തിന് വേണ്ടി പാകം കൂടാതാണ് അവനവന് വേണ്ടി പാകം ചെയ്യുന്നത് വിലക്കിക്കുന്നത്. എന്നാൽ ഭഗവാന് വേണ്ടി പാകം ചെയ്യുന്നത് വിലക്കപ്പെട്ടിട്ടില്ല. അതുപോലെ ഒരു ശിഷ്യനെ കൃഷ്ണാർത്ഥം വളർത്തുന്നതിൽ സഹായിക്കാൻ സന്യാസിക്ക് അയാളുടെ വിവാഹം നടത്തി കൊടുക്കാം. ഇത്തരം പ്രവർത്തിയെ ത്യജിച്ച് ഗുണപ്രദമായ പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 8. ദുഃഖം दुःखं ഇതി इति ഏവ एव യദ് യത് കർമ്മ कर्म കായക്ലേശഭയാത് കായക്ലേശഭയാത് ത്യജേത് त्यजेत् സാ കൃത്വാ സകൃത്വാ कृत्वा രാജസം രാജസം യാഗം यागं ന ഏവ ന യവ യാഗ യാഗ ഫലം ഫലം फलं ലഭേത്. ലഭേത്. ദുഃഖമിത്യേവ യത് കർമ്മ ദുഃഖമിത്യേവ യത് കർമ്മ കായക്ലേശഭയാത് ത്യജേത് കായക്ലേശഭയം ത്യജേത് സാ കൃത്വാ രാജസം ത്യാഗം സകൃത്വാ രാജസം ത്യാഗം നൈവ ത്യാഗഫലം ലഭേത്. നൈവ ത്യാഗഫലം ലഭേത്. ദുഃഖമിത്യേവ യത് കർമ്മ ദുഃഖമിത്യേവ യത് കർമ്മ
കായ കായ ക്ലേശഭയാत् त्यजेत् कायक्लेशभयात्यजेत् सकृत्वा राजसं त्यागं सकृत्वा राजसं त्यागं नैव त्यागफलं लभेत् नैव त्यागफलं लभेत् दुःखमित्येव यत्कर्म दुःखमित्येव यत्कर्म कायक्लेशभयात् त्यजेत् कायक्लेशभयात्यजेत् सकृत्वा राजसं त्यागं सकृत्वा राजसं त्यागं नैव त्यागफलं लभेत् नैव नैव त्यागफलं लभेत् त्यागफलं वैष्णव निशमाजी हरे कृष्ण गुरुजी हरे कृष्ण माताजी दुःखमित्येव यत्कर्म कायक्लेशभयात् त्यजेत् सा कृत्वा राजसं त्यागं नैव त्यागफलं लभेत् പദാനുപദാർത്ഥം യഹ യാതൊരു വ്യക്തി ദുഃഖം ഇതി ഏവ ദുഃഖകരമാണെന്ന് വിചാരിച്ച് കായക്ലേശഭയ ശരീരക്ലേശമുണ്ടാക്കുമെന്ന് ഭയന്ന് യത് കർമ്മം യാതൊരു കർമ്മത്തെ ത്യജേത് ത്യജിക്കും സഹ അവൻ രാജസം രാജസമായ ത്യാഗം ത്യാഗത്തെ കൃത്വ അനുഷ്ഠിച്ചിട്ട് ത്യാഗഫലം ത്യാഗത്തിന്റെ ഫലത്തെ ന ലഭേത് ഏവ ലഭിക്കുകയില്ല തന്നെ. വിവർത്തനം: നിയത കർമ്മങ്ങൾ ക്ലേശകരമെന്ന് വെച്ചോ ബുദ്ധിമുട്ടായി കണക്കാക്കിയോ ചെയ്യാതെ വിടുന്നത് രാജസമായ ത്യാഗമാണ്. അത്തരം പ്രവൃത്തി ഒരിക്കലും ത്യാഗത്തിന്റെ ഉന്നതിയിലേക്ക് നയിക്കുന്നില്ല. വിവർത്തനം വായിക്കാം. നിയത കർമ്മങ്ങൾ ക്ലേശകരമെന്ന് വെച്ചോ ബുദ്ധിമുട്ടായി കണക്കാക്കിയോ ചെയ്യാതെ വിടുന്നത് രാജസമായ ത്യാഗമാണ്. അത്തരം പ്രവൃത്തി ഒരിക്കലും ത്യാഗത്തിന്റെ ഉന്നതിയിലേക്ക് നയിക്കുന്നില്ല. ഭാവാർത്ഥം: ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. കൃഷ്ണാവബോധനിഷ്ഠനായ ഒരാൾ ഫലോദിഷ്ട കർമ്മമാണെന്ന് കരുതി ധനാർജന മാർഗങ്ങൾ ഉപേക്ഷിക്കേണ്ടതില്ല. പ്രവൃത്തി കൊണ്ട് താൻ നേടുന്ന ധനം കൃഷ്ണാവബോധത്തിന് സഹായകമായ വിധം ഉപയോഗിക്കാനും അതിരാവിലെ ഉണർന്ന് ആധ്യാത്മികമായ കൃഷ്ണാവബോധത്തെ വളർത്താനും കഴിയുമെങ്കിൽ ആ വിധം പ്രവൃത്തികളിൽ നിന്ന് ഭയന്നോ ക്ലേശമെന്ന് കരുതിയോ പിന്മാറിക്കൂടാ. അങ്ങനെയുള്ള ത്യാഗം രാജസമത്രേ. രജോ ഗുണത്തിലുള്ള കർമ്മത്തിന്റെ ഫലം ദുഃഖമാണ്. ആ നിലയിൽ ചെയ്യപ്പെടുന്ന ത്യാഗം നിഷ്ഫലമായി തീരും. ഹരേ കൃഷ്ണ ഗുരുജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ശ്ലോകം 9. കാര്യം കാര്യം ഏവ യദ് യത് കർമ്മ 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 നിയതം യത് ക്രിയതേ ക്രിയതേ അർജുന 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 സംഘം 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 त्यक्त्वा त्यक्त्वा फलं फलं ഫലം च एव च एव त्याग त्याग सात्विक सात्विक अधा मदा कार्यमित्येव यत्कर्म कार्यमित्येव यत्कर्म नियतं क्रियते अर्जुन നിയതം ക്രിയതേ അർജുന संगं त्यक्त्वा फलं चैव संगं त्यक्त्वा फलं चैव सात्याग सात्विको मद സാത്യാഗ സാത്വികോ कार्यमित्येव यत्कर्म कार्यमित्येव कर्म नियतं क्रियते अर्जुन നിയതം ക്രിയതേ अर्जुन संगं त्यक्त्वा फलं चैव संगं त्यक्त्वा फलं चैव फलं सेवा सात्याग सात्विको मद गोमद कार्यमित्येव यत्कर्म कार्यमित्येव यत्कर्म नियतं क्रियते अर्जुन क्रियते अर्जुन संगं त्यक्त्वा फलं चैव संगं त्यक्त्वा फलं सात्याग सात्विको मद सिनेमाजी हरे कृष्ण प्रभु. പ്രധാന പദാർത്ഥം അർജുന, ഹേ അർജുന, സംഘം സംഘത്തെയും ഫലം ഏവച ഫലത്തെയും ത്യജിച്ചിട്ട് കാര്യം ഇതി ഏവ കാര്യമെന്ന് തന്നെ നിയതം വിധിക്കപ്പെട്ട യത് കർമ്മ യാതൊരു കർമ്മം ക്രിയതേ ചെയ്യപ്പെടുന്നു സാത്യാഗ ആ ത്യാഗം സാത്വിക സാത്വികമെന്ന് മതഃ അഭിപ്രായപ്പെടാം. വിവർത്തനം:
ഹേ അർജുന, ഭൗതിക സംഘരഹിതനായും ഫലമുദ്ദേശിക്കാതെയും തന്റെ കർത്തവ്യമാണെന്ന് മാത്രം കരുതിക്കൊണ്ട് വിധിക്കപ്പെട്ട കർമ്മം ചെയ്യുന്നവന്റെ ത്യാഗം സാത്വികമാണ്. ഭാവാർത്ഥം. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജിക്ക് ചെയ്യും. ഈ മനോഭാവത്തോടെ ആവണം വിധിക്കപ്പെട്ട കർമ്മം അനുഷ്ഠിക്കുന്നത്. ഫലം ഉദ്ദേശിച്ച് കർമ്മം ചെയ്യരുത്. കർമ്മത്തിന്റെ ഗുണങ്ങളിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു നിൽക്കണം. കൃഷ്ണാബോധനിഷ്ഠനായ ഒരാൾ ഫാക്ടറിയിൽ പ്രവൃത്തി ചെയ്യുമ്പോൾ ആ തൊഴിലുമായി ഫാക്ടറിയിലെ മറ്റു തൊഴിലാളികളുമായി ബന്ധം പുലർത്തുകയില്ല. കൃഷ്ണന് വേണ്ടി മാത്രമാണ് അയാൾ പ്രവർത്തിക്കുന്നത്. ഫലവും കൃഷ്ണന് അർപ്പിക്കപ്പെടുന്നു. ഈ നിലയിൽ അയാളുടെ പ്രവൃത്തി അബൗദികമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ. ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീ വിശാഖാംശ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി സിദ്ധാന്ത സരസ്വതി ഇതി നാമിനെ. ശ്രീവാഷഭാനവീ ദേവി ദയിതായ കൃപാബ്ദയേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമ. മാധുര്യോജിത പ്രേമാഢ്യ ശ്രീരൂപാനുഗ ഭക്തിദ ശ്രീഗൗരകരുണാശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തയേ ദീനതാരിണേ രൂപാനുഗ വിരുദ്ധാഭാ സിദ്ധാന്താദാന്തഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തേ വിപ്രൽമൃസാംബോധേ പാദാംബുജായത്തെ നമ. നമോ ഭക്തി വിനോദായ സച്ചിദാനന്ദനാമിനെ ഗൗരശക്തി സ്വരൂപായ രൂപാനുഗവരായതേ. ഗൗരാവിർഭാവ ഭൂമേസ്തം നിർദ്ദേശ സജ്ജന പ്രിയ വൈഷ്ണവ സാർവഭൗമാ ശ്രീ ജഗന്നാഥായ തേ നമ. ശ്രീരൂപ സനാതന ഭട്ട രഘുനാഥ ശ്രീ ജീവ ഗോപാല ഭട്ടദാസ രഘുനാഥ എച്ച് ഐ ഗോസായർ കോരി ചരണവന്ദൻ ജാഹാ ഹൊയ്ദേ വിഘ്നനാശ അഭീഷ്ടപൂരൻ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമ്നേ ഗൗരതിഷേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാ കാന്ത നമോസ്തുതേ. ജയതാം സുഹൃദോ പങ്കോർ മമ മന്ദമദേർഗതി മത്സർവസ്വപദാം ഭോജോ രാധാ മദനമോഹനോ ദിവ്യ വൃന്ദാരണ്യ കൽപദ്രുമധവ ശ്രീമദ് രത്നാകാര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാശീല ഗോവിന്ദദേവോ പ്രേഷ്ഠാലിഭി സേവ്യമാനെ സ്മരാമി. ശ്രീമാൻ രാസരസാരംഭി വംശീ വടത്തരസ്തഃ കർഷൻ വേണുസനൈർ ഗോപിർ ഗോപിനാഥ ശ്രീയേസ്തുന തപ്ത കാഞ്ചന ഗൗരാംഗി വൃന്ദേ രാധേ വൃന്ദാവനേശ്വരി വിഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി കവര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്ലോകം 7. നീതസ്യാതു സംന്യാസ കർമ്മണോ നോപപത്യതേ മോഹാത് തസ്യ പരിത്യാഗ താമസ പരികീർത്തിത. നീതകർമ്മങ്ങളെ ഒരിക്കലും ഉപേക്ഷിച്ചുകൂടാ. വ്യാമോഹം കൊണ്ട് അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ആ ത്യാഗം തമോ ഗുണത്തിലുള്ളതാണ്. ഇവിടെ ത്യാഗത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ത്യാഗം 3 തരത്തിലുണ്ടെന്ന് നമ്മൾ 4-ാം ശ്ലോകത്തിൽ പറഞ്ഞു. അത് ഏത് പ്രകാരമാണ്? ഗുണങ്ങൾക്ക് അടിസ്ഥാനമായിട്ടാണ് 3 തരമായിട്ട് ത്യാഗത്തിനെ ഭാഗിച്ചിരിക്കുന്നത്. നമ്മൾ മുമ്പത്തെ അധ്യായത്തിലും അങ്ങനെ മനസ്സിലാക്കിയിട്ട് എന്താ പറയുക, ശാരീരികമായും വാഗ്മയമായ തപസ്സിനെ കുറിച്ചിട്ട് പറയുമ്പോൾ അത് 3ആയിട്ട് സാത്വികമായിട്ടും രാജസമായിട്ടും തമോ ഗുണത്തിലുള്ള ആ പ്രവർത്തികളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ത്യാഗത്തിനെ 3ആയിട്ട് 3 ഗുണങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് പറയാൻ പോവാണ്. അപ്പോൾ നീതകർമ്മം എന്താണ്? നീതകർമ്മം നമുക്ക് ആദ്യമായിട്ട് നോക്കാം. അപ്പൊ നീതകർമ്മത്തിന് സന്യസിക്കുന്ന കാര്യം, നീതകർമ്മങ്ങളെ ഒരിക്കലും ഉപേക്ഷിച്ചു കൂടാണെന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് നീതകർമ്മം എന്ന് നമുക്ക് ആദ്യം നോക്കാം.
നീതകർമ്മങ്ങള് എന്നാൽ നിത്യകർമ്മം അല്ലെങ്കിൽ നൈമിത്തിക കർമ്മം, ഈ രണ്ട് കർമ്മങ്ങളാണ് നീതകർമ്മങ്ങളിൽ വരുന്നത്. നിത്യകർമ്മം എന്താണ്? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ, നമ്മുടെ ശരീരം നിലനിർത്തേണ്ടതായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കുടികൊള്ളുന്ന ആത്മാവ് ശരീരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ആത്മാവിനെ ഇരിക്കത്തക്കവണ്ണം അല്ലെങ്കിൽ നമ്മുടെ ശരീരം കാത്തു സൂക്ഷിക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നിത്യകർമ്മങ്ങൾ നമുക്ക് എന്നും ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളുണ്ട്. അതിനുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം. പിന്നെ നൈമിത്തിക കർമ്മങ്ങൾ അതെന്താണെന്ന് വെച്ചാൽ സമയാസങ്ങൾ, ഓരോ ഘട്ടമായി വരുന്ന കാര്യങ്ങൾ. നമ്മൾ ഷോഡശ സംസ്കാരത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ അറിയാം വിവാഹം തൊട്ട് അന്ത്യം വരെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി, അന്ത്യേഷ്ടി വരെയുള്ളത്. അപ്പൊ അതൊക്കെ ഒരേ സമയം ഘട്ടമായി വരുന്ന കർമ്മങ്ങളാണ് അത് നൈമിത്തിക കർമ്മങ്ങൾ. അപ്പോൾ ഈ നിർബന്ധമായും ചെയ്യേണ്ട കർമ്മങ്ങളാണ് ഈ നീതകർമ്മങ്ങൾ. ഓരോ മനുഷ്യനും ഭൗതിക ലോകത്തിൽ ജീവിച്ചു വരുമ്പോൾ ചെയ്യേണ്ട കർമ്മങ്ങളെയാണ് നീതകർമ്മങ്ങൾ. ഒരു പ്രത്യേക വർണ്ണത്തില് അല്ലെങ്കിൽ ഒരു പ്രത്യേക ആശ്രമത്തില് ഉള്ള ആളുകൾ ചെയ്യേണ്ട കർമ്മങ്ങളാണത്. നിർബന്ധമാക്കിയുള്ള നിത്യകർമ്മങ്ങൾ. ഒരു വർണ്ണത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു ആശ്രമത്തിലാണെങ്കിലും, നമുക്ക് ആശ്രമം എന്താണെന്നറിയാം, വർണ്ണം എന്താണെന്നറിയില്ല. 4 ആശ്രമങ്ങളുണ്ട്: ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. ആ ഓരോ ആശ്രമപ്രകാരം നമുക്ക് ഓരോരേതായ കർമ്മങ്ങളുണ്ട്. ഇപ്പൊ ബ്രഹ്മചാരിക്ക് എന്താ കർമ്മം? അവര് ബ്രഹ്മചര്യത്തിൽ ഇരിക്കുമ്പോ ഇങ്ങനെ ബ്രഹ്മചാരി എന്തായിരിക്കും? ഗുരുസേവക, അവര് ഗുരുമുഖത്തിലാണ്, ഗുരുകുല വിദ്യാഭ്യാസം, ഗുരുവിന്റെ അടുത്താണ് അവർ ശിക്ഷണം നടക്കുന്നത്. ഒരു 3-4 വയസ്സ് മുതൽ അവർ 20-25 വയസ്സിനുള്ളിൽ വരെ അവര് ഒരു ഗുരുകുലത്തിലാണ് അവരുടെ പഠനങ്ങൾ നടക്കുക. വേദ പഠനമാണെങ്കിലും സാധാരണ പഠനമാണെങ്കിലും എന്ത് പഠനമാണെങ്കിലും നടക്കുന്നത് അത് ഗുരുവിന്റെ ആശ്രമത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഗുരുവിനെ സേവിക്കുക, ഗുരുവിനെ അവിടെ വേദം പഠിക്കാം, ഗുരുവിനെ സേവിക്കുക, ഗുരുവിന്റെ ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്തുന്നതിൽ പങ്കെടുക്കുക. അപ്പൊ അവിടെ ഒരു കർമ്മം അവർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആശ്രമത്തിലെ ആ ബ്രഹ്മചാരിക്ക് തന്റെ ഗുരുവിന്റെ അടുത്ത് ചെയ്യുന്ന കർമ്മങ്ങൾ ഒരു കർമ്മമാണ്. അതേപോലെ ഗൃഹസ്ഥന് എന്താണ്? കുടുംബം പരിപാലിക്കുക. അപ്പൊ നമ്മൾ ആശ്രമത്തിലെ ബ്രഹ്മചാരിനെ കണ്ടു. ഇനി ഗൃഹസ്ഥനെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുടുംബം പരിപാലിക്കുകയാണ്. അത് യജ്ഞങ്ങൾ ചെയ്യുക, കുടുംബത്തിനെ കാര്യങ്ങൾ നോക്കി നടത്തുക. പിന്നെ പഞ്ചമഹായജ്ഞം യജ്ഞമുണ്ട്, അത് അനുഷ്ഠിക്കണം ഗൃഹസ്ഥൻ. അത് എന്താണെന്ന് വെച്ചാൽ പഞ്ചമഹായജ്ഞം നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ദേവയജ്ഞം, കൃഷിയജ്ഞം, പിതൃയജ്ഞം, പിന്നെ മനുഷ്യയജ്ഞം, പിന്നെ ഭൂതയജ്ഞം, അതായത് സർവ്വജീവജാലങ്ങൾക്കുള്ള യജ്ഞം. അപ്പൊ ഓരോരോ യജ്ഞങ്ങളായിട്ട് നമ്മൾ ഈ ഗൃഹസ്ഥാശ്രമങ്ങൾക്ക് ചെയ്യേണ്ട ഓരോ യജ്ഞങ്ങളൊക്കെ ഉണ്ട്. ദേവയജ്ഞം എന്താ? ദേവന്മാരെ സന്തോഷിപ്പിക്കുക, ദേവന്മാരോടുള്ള കടം നമുക്ക് വീട്ടാണ്. നമ്മൾ എങ്ങനെയാണ് ദേവന്മാരിൽ കടസ്ഥരായിരിക്കുന്നത്? ഇപ്പോ ദേവന്മാരുണ്ടല്ലേ, സൂര്യൻ, ഇന്ദ്രൻ, അഗ്നി, അവര് നമുക്ക് എന്തൊക്കെയാ തന്നെ? സൂര്യനിൽ നിന്ന് നമുക്ക് വെളിച്ചം കിട്ടും, ഇന്ദ്രനിൽ നിന്ന് നമുക്ക് മഴ ലഭിക്കുന്നു, അഗ്നിയിൽ നിന്ന് അഗ്നി കിട്ടുന്നു. ഇതൊക്കെ അവർ നമുക്ക് ചെയ്യുമ്പോൾ അവർക്ക് നമുക്ക് തിരിച്ച് പ്രത്യുപകാരമായിട്ട് അല്ലെങ്കിൽ നമ്മൾ അവർക്ക് യജ്ഞം സമർപ്പിക്കേണ്ടതായിട്ട്, അല്ലെങ്കിൽ നമ്മൾ അതിന് കടക്കാരാവും. അതിനൊരു കടം നമുക്കുണ്ട്, നമുക്കൊരു കടപ്പാടുണ്ട്, നമുക്ക് തരുന്നതിന് തിരിച്ചങ്ങോട്ട് കൊടുക്കാന്നുള്ളത്. അതുപോലെ കൃഷിയജ്ഞം, ബ്രഹ്മയജ്ഞം, അതായത് വേദപഠനം, ശാസ്ത്ര പഠനം, ജപം, സത്സംഗം, ഇതൊക്കെയാണ് അവിടെ നടക്കുന്ന വിഷയങ്ങൾ. അപ്പൊ ഋഷിമാരിൽ നിന്ന് നമ്മളത് ഇതാക്കുമ്പോൾ ആ ജ്ഞാനം നമുക്ക് തരുന്നു. അപ്പോൾ അവരോടുള്ളൊരു കടപ്പാടുണ്ട്. അങ്ങനെയാണ് ഭഗവത്ഗീത, ഭാഗവതം, വിഷ്ണു സഹസ്രനാമം ഇങ്ങനെയുള്ളതൊക്കെ ജപിച്ചും അങ്ങനെയാണ് അതുപോലെ ആ വേദപഠനം നമ്മൾ സ്വായത്തമാക്കിയിട്ട് നമ്മൾ അതുപോലെ തന്നെ പ്രവർത്തിക്കുക. ആ രീതിയിൽ നമ്മൾ എന്താ പറയുക, നമ്മുടെ ജീവിതത്തിനെ കൊണ്ടുപോകുക. അപ്പൊ അത് ഋഷിമാർക്ക് കൊടുക്കേണ്ട ഒരു യജ്ഞമാണ്. പിതൃയജ്ഞം എങ്ങനെയാണ്? പിതൃക്കളോടുള്ള കടം, അതായത് തർപ്പണം, ശ്രാദ്ധം, പിതൃക്കളെ ഓർക്കല്, ഇതൊക്കെ നമ്മൾ നിത്യം ചെയ്യേണ്ട കർമ്മങ്ങളാണ്. ഈ പഞ്ചമഹായജ്ഞത്തിൽ പെട്ടതാണ്. അല്ലാത്ത പക്ഷെ നമ്മുടെ മാതാപിതാക്കളൊക്കെ മൺമറിഞ്ഞു പോകുമ്പോൾ അവർ നമുക്ക് തന്നിരിക്കുന്ന ഈ ശരീരം അത് അവരിൽ നിന്ന് കിട്ടിയതാണ്. അങ്ങനെ അവരുടെ അച്ഛനമ്മമാരിൽ നിന്ന് അവർക്ക് കിട്ടി. അങ്ങനെ പിതൃക്കളെ നമുക്ക് ഒരുപാട് പിതൃക്കൾക്ക് നമ്മുടെ മുകളിൽ നിൽക്കുന്നുണ്ട്. ആ പിതൃക്കൾക്ക് ചെയ്യേണ്ട കടമകൾ ഉണ്ട്, നമ്മൾക്കൊരു കടമയുണ്ട്. ആ കടപ്പാട് നമ്മൾ വീട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് ആ പിതൃയജ്ഞം നമ്മൾ ചെയ്യണം. പിന്നെ നരയജ്ഞം, അതായത് മനുഷ്യന്മാർ, നമ്മുടെ സഹജീവികളോടുള്ള, നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരുമായിട്ടുള്ള അവർക്ക് വേണ്ട കഷ്ടപ്പാട്, ദുരിതം, അവർക്ക് അന്നദാനം കൊടുക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ഒരു മനുഷ്യന്മാരോടുള്ള ഒരു യജ്ഞം നമുക്കുണ്ട്. അതേപോലെ ഭൂതയജ്ഞം, ജീവജാലങ്ങൾ, പ്രകൃതിയിൽ നമ്മൾ മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാണ് ഈ ഭൗതിക ലോകം. അപ്പൊ ആ ജീവജാലങ്ങൾക്ക് നമ്മൾ പക്ഷി മൃഗാദികള്, ഉറുമ്പ്, ഇതൊക്കെ ഭക്ഷണം കൊടുക്കുക, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ ഭൂതങ്ങൾക്കുള്ള ഒരു യജ്ഞം. ഇങ്ങനെ പഞ്ചയജ്ഞം ചെയ്യേണ്ടതായിട്ട് ഗൃഹസ്ഥർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പഞ്ചയജ്ഞം ഇതൊക്കെ ഓരോ കർമ്മങ്ങളാണ്, ഓരോ ആശ്രമത്തിലുള്ള ഓരോ ആൾക്കാരുടെ കർമ്മം. അപ്പൊ ഗൃഹസ്ഥർക്കുള്ള കർമ്മമാണ് ഈ മഹാപഞ്ചയജ്ഞം. ഇനി വാനപ്രസ്ഥക്കാരൊക്കെ എന്താണ്? അവരവര് ഇപ്പോ വാനപ്രസ്ഥം എന്താണ്, ഈ ഗൃഹസ്ഥ ആശ്രമം കഴിഞ്ഞതിന് ശേഷം അവർ കുറച്ച് കഴിഞ്ഞാൽ തപസ് അനുഷ്ഠിക്കാം,
ചെയ്യാൻ പോവാ, വനങ്ങളിൽ പോയിട്ട് അല്ലെങ്കിൽ ആശ്രമങ്ങളൊക്കെ കെട്ടി ഒരു കുടിലൊക്കെ കെട്ടി വനാന്തരങ്ങളൊക്കെ പോയിട്ട് കുടിൽ കെട്ടി തപസ് അത് ലൗകിക ജീവിതം ഉപേക്ഷിച്ചു. അപ്പോൾ രാജാക്കന്മാരൊക്കെ എങ്ങനെയാണ്, കുറച്ച് കഴിഞ്ഞാൽ മകനെ അല്ലെങ്കിൽ യുവരാജാവിന് രാജ്യം ഏൽപ്പിച്ചിട്ട് രാജാവും രാജ്ഞിയും കൂടിയിട്ട് ഇവിടെ കാട്ടിലൊക്കെ പോയി ഒരു കുടിലൊക്കെ കെട്ടി അവിടെ ബാക്കിയുള്ള ശിഷ്ടമായ ജീവിതം തപസ്സും ജപവും ഒക്കെ ആയിട്ട് ഏകാന്തവാസത്തിൽ ഇരുന്ന് അവരനുഷ്ഠിക്കുന്ന കർമ്മം, അതൊരു കർമ്മം. സന്യാസിമാരെന്താണ്, തീർത്ഥാടനം. അവർ തീർത്ഥാടനം പോവും. പിന്നെ അവർക്കും ജപം തന്നെയുണ്ട്. പിന്നെ ഭിക്ഷ സ്വീകരിക്കുന്ന ഒരു പരിപാടിയുണ്ട് സന്യാസിമാർക്ക്. പിന്നെ മറ്റുള്ളവരെ ഈ വേദങ്ങളൊക്കെ ഉപദേശിക്കാൻ. ഭിക്ഷാന്തേഹികളായിട്ട് അവർ ഓരോ ഗ്രഹങ്ങളിലൊക്കെ കയറി ഇറങ്ങി നടക്കുന്നത് നമുക്കറിയാം. അവര് ഭിക്ഷ അയച്ചു വരും. അതെന്തിനാണെന്ന് വെച്ചാൽ സത്യത്തിൽ അവർ ആ വേദങ്ങൾ അല്ലെങ്കിൽ ഈ ജ്ഞാനം അറിവില്ലാത്തവർക്ക് അല്ലെങ്കിൽ ഗൃഹസ്ഥന്മാർക്ക് ജ്ഞാനം ഉപദേശിക്കാനുള്ള ഒരു ഇതാണ് അവരുടെ അതാണ് അതിന്റെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ കയ്യിലുള്ള ഭിക്ഷ അവർ കൊടുക്കും. അവര് കർമ്മം ചെയ്തിട്ടല്ല, അവര് മറ്റുള്ള കർമ്മങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ അധ്വാനത്തിൽ കൂടി അല്ല അവർ ചെയ്യുന്നത്. ഈ ജ്ഞാനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഗ്രഹങ്ങൾ തോറും അവർ സഞ്ചരിച്ച് ഓരോരുത്തർക്കും അതിന്റെ ജ്ഞാനം പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടുന്ന് കിട്ടുന്ന എന്താണോ അത് ഭുജിച്ചു കഴിയും, അത് ഭക്ഷിച്ചു കഴിയാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അവര് ആ രീതിയിൽ അവരെ കർമ്മം ചെയ്യുന്നു. അത് ആശ്രമപ്രകാരമുള്ള 4 ആശ്രമങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനിയിപ്പോ അതിന് തന്നെയാണ് വർണ്ണം ഉണ്ട് നമുക്കല്ലേ, പല 4 വർണ്ണങ്ങൾ അതുപോലെ ഉണ്ട്. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. അവർക്കും അതിൻ്റെതായ കർമ്മങ്ങൾ. ബ്രാഹ്മണർക്ക് എന്താണ്, പഠനം ചെയ്യാം. പിന്നെ തന്നെയല്ല, ഈ വേദങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ബ്രാഹ്മണർക്ക് മാത്രമേ സാധിക്കുള്ളൂ. അവരാണ് അത് പഠിച്ച് അതിന്റെ ഇത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത്. അപ്പൊ വേദം പഠനവും ചെയ്യും, പഠിപ്പിക്കലും അവർ തന്നെയാണ്. പിന്നെ എന്താ, അവരും യജ്ഞം ചെയ്യും. പിന്നെ ദാനം സ്വീകരിക്കല്. ദാനം നമുക്ക് കൊടുക്കുമ്പോൾ, ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കുമ്പോൾ ഈ ഉള്ളവരെ, അതിൽ ക്ഷത്രിയരോ ശൂദ്രോ ആരാണെങ്കിലും ദാനം ചെയ്യേണ്ടത് ബ്രാഹ്മണർക്കാണ്. അതാണ് ശ്രേഷ്ഠത. അപ്പോൾ ആ ദാനം സ്വീകരിക്കുകയും ചെയ്യും. അതും ഒരു കർമ്മം തന്നെയാണ്. അവർ നമ്മളിൽ നിന്ന് ദാനം സ്വീകരിക്കുന്നതാണ്, അതൊരു കർമ്മം തന്നെയാണ്. അതാണ് അവരുടെ കർമ്മങ്ങൾ, ബ്രാഹ്മണരുടെ കർമ്മങ്ങൾ. ക്ഷത്രിയർ എന്താണ്, അവർ രാജ്യം ഭരിക്കുക, ധർമ്മം കാക്കുക, യുദ്ധം ചെയ്യുക. ഇതാണ് അവർ. അപ്പൊ രാജ്യത്തെ സംരക്ഷിക്കലാണ് അവരുടെ ധർമ്മം. അപ്പോൾ ആ രീതിയിൽ ക്ഷത്രിയർ തന്റെ തന്റെ കർമ്മങ്ങൾ ചെയ്യുന്നു. വൈശ്യരാണെങ്കിൽ കൃഷി, കച്ചവടം, പശുപാലനം, അങ്ങനെയായിട്ട്. ഇതൊക്കെ നമ്മുടെ ഈ 18ാം അധ്യായത്തിൽ ഇടയിൽ വരും കേട്ടോ, ഈ ശ്ലോകങ്ങളിൽ വരും. വൈശ്യൻ എന്താണ്, കൃഷി, കച്ചവടം, പശുപരിപാലനം, ഇതൊക്കെയാണ് അവരുടെ ഡ്യൂട്ടികൾ. അത് അവർ ഇതുപോലെ അവർ ചെയ്യുന്നു, അത് അവരുടെ കർമ്മമായിട്ട് അവർ ചെയ്യുന്നു. ഇനി ശൂദ്രനുണ്ട്. ശൂദ്രക്ക് എന്താണെന്ന് വെച്ചാൽ പ്രത്യേകമായിട്ടൊരു കർമ്മങ്ങളില്ല. പക്ഷെ അവര് ഈ മുന്നിലുള്ള ബ്രാഹ്മണര്, ക്ഷത്രിയ, വൈശ്യരുള്ള അവരുടെ സേവ ചെയ്യുക. അതായത് ഇപ്പൊ യുദ്ധത്തിലാണ്, ക്ഷത്രിയരാണെങ്കിൽ യുദ്ധം നടത്തുമ്പോൾ ആ യുദ്ധമുഖത്തിലേക്ക് എത്തിച്ചേരുന്ന സൈനികരൊക്കെ ശൂദ്രരായിരിക്കാം. അതേപോലെ ഈ വൈശ്യർക്കുള്ള കാര്യങ്ങൾ, അവരൊക്കെ സേവ ചെയ്യണത് ഈ ശൂദ്രരാണ്. അപ്പൊ ആ വർണ്ണത്തിലിരിക്കുന്നവർക്കും അവരുടേതായ കർമ്മങ്ങൾ അവർ ചെയ്യുന്നത്. ഇങ്ങനെ അപ്പോ ഈ അധ്യായത്തിൽ തന്നെ 45ാം ശ്ലോകത്തില് പറയേണ്ട ഭഗവാൻ സ്വേ സ്വേ കർമ്മണ്യം അഭിരത സംസിദ്ധിം ലഭതേ നര. ഒരാൾ തനിക്ക് നീതമായ കർമ്മം ചെയ്യുന്നതിലൂടെ പൂർണ്ണത പ്രാപിക്കുന്നു. അപ്പോൾ ഇതാണ് നീതകർമ്മങ്ങൾ. ഈ നീതകർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അപ്പോഴാണ് ഒരു മനുഷ്യൻ, നരൻ പൂർണ്ണതയിലേക്ക് എത്തുന്നുള്ളത്. ഈ നീതകർമ്മങ്ങൾ കൃഷ്ണാർപ്പണമായി ചെയ്യണം. അപ്പോൾ ഇത് ചെയ്യുന്ന എങ്ങനെയാണ്, തന്റെ ഇഷ്ടത്തിനല്ല, തന്റെ ആഗ്രഹത്തിനുണ്ടല്ല, എന്ത് ചെയ്താലും അത് കൃഷ്ണനെ സമർപ്പിച്ച് ചെയ്യുമ്പോൾ അത് ഭക്തിയുതമായ നീതകർമ്മമായി തീരും. അപ്പോൾ അതിന് ബലം വെച്ചാൽ അതിന്റെ കർമ്മബലം ഉണ്ടാവില്ല, ആ കർമ്മത്തിന് ബന്ധം അതിലുണ്ടാവില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ധർമ്മം വിട്ട് മറ്റൊരാളുടെ ധർമ്മം ചെയ്യുന്നതിനേക്കാൾ നല്ലത് നിയുക്ത കർമ്മം തന്നെ, നമ്മൾക്ക് അനുവദിച്ചിട്ടുള്ള നിയുക്ത കർമ്മം തന്നെ നന്നായി ചെയ്യുക എന്നാണ് ഇതിന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നീതകർമ്മങ്ങളാണ് ഈ പറഞ്ഞത്. അപ്പൊ നീതകർമ്മങ്ങളെ ത്യാഗം ചെയ്താൽ, നീതകർമ്മങ്ങളെ ഒരിക്കലും ഉപേക്ഷിച്ചുകൂടാന്ന് പറഞ്ഞത്. ഈ കർമ്മങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല. നമ്മൾക്ക് ഓരോ മനുഷ്യനും പറഞ്ഞു വെച്ചിട്ടുള്ള കർമ്മങ്ങളാണ്, അത് ഉപേക്ഷിക്കാൻ പാടില്ല. അത് ഉപേക്ഷിച്ചാൽ, വ്യാമോഹം കൊണ്ട് അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ, എന്താ വ്യാമോഹം, അജ്ഞാനം കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് അത് ചെയ്യുകയാണെങ്കിൽ ആ ത്യാഗത്തെ തമോ ഗുണത്തിലുള്ള ത്യാഗമായിട്ട് കണക്കാക്കും. എന്താ ഇതിൽ പറഞ്ഞ, ഭൗതിക സംതൃപ്തിക്കുള്ള കർമ്മം ഉപേക്ഷിക്കണം. നമ്മൾ ഭൗതികമായ ജീവിതത്തിൽ, ലൗകിക ജീവിതത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഈ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ ഉപേക്ഷിക്കണം. ഭഗവാന് നിവേദ്യം പാകം ചെയ്യുക, പിന്നെ പാകം ചെയ്യുക, നിവേദിക്കുക, അതിന് ഉച്ഛിഷ്ടം ഭക്ഷിക്കുക, മുതലായ കർമ്മങ്ങൾ ആത്മപ്രവർത്തനത്തിലേക്ക് നയിക്കുന്നവയായതുകൊണ്ട് അവ ശ്രദ്ധാപൂർവ്വം അനുഷ്ഠിക്കണം. അപ്പോ ശരിയായ ഇതും നീതകർമ്മങ്ങളാണ്. എന്താണ്, ഭഗവാനുള്ള പ്രസാദം. നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് കൃഷി ഒക്കെ ചെയ്യുന്ന ഈ ഓരോ വർണ്ണത്തിലിരിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് അത് ഉണ്ടാകുന്ന ഫലം നമ്മൾ ഭഗവാന് സമർപ്പിക്കുക, ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കുക, പാകം ചെയ്യുക, അത് പാകം ചെയ്ത് നിവേദിക്കുക, അതിന് ഉച്ഛിഷ്ടം. അത് ഈ 3ാം അധ്യായത്തിലെ 13ാം ശ്ലോകത്തില് പറഞ്ഞിട്ടുണ്ട്. യജ്ഞശിഷ്ടം എന്താ പറഞ്ഞേ,
യജ്ഞശിഷ്ടാശന സന്തോ മുച്ചതേ സർവകിൽബിഷ. ആ യജ്ഞത്തിന് ശിഷ്ടം കഴിക്കുന്നുകൊണ്ട് ഭക്തന്മാർക്ക് എന്താ സർവകിൽബിഷങ്ങൾ സർവ്വ പാപങ്ങളിൽ നിന്ന് രക്ഷ നേടാം എന്നാണ് പറയുന്നത്. അപ്പോ നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം ഭഗവാന് സമർപ്പിച്ചിട്ട് നിവേദിച്ചിട്ട് അതിന്റെ ഉച്ഛിഷ്ടം ഭക്ഷിക്കുക മുതലായ കർമ്മങ്ങൾ ആത്മീയ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നവയായതുകൊണ്ട് അവ ശ്രദ്ധാപൂർവം അനുഷ്ഠിക്കണം. അത് അത് നീതകർമ്മമാണ്. അല്ലാത്ത പക്ഷമാണ് അത് തമോ ഗുണത്തിലേക്ക് വരുന്നത്. മുതലായ കർമ്മ ആത്മീയ പ്രവർത്തനത്തിലേക്ക് നയിക്കുന്നതുകൊണ്ട് അവ ശ്രദ്ധാപൂർവ്വം അനുഷ്ഠിക്കണം. ഒരു സന്യാസി തനിക്ക് വേണ്ടി പാകം ചെയ്തു കൂടെ എന്നാണ് വിധി. അതാ പറഞ്ഞത്, ഒരു സന്യാസി ആണെങ്കിലും സാധാരണ ജനങ്ങളാണെങ്കിലും തന്നെ തനിക്കായിട്ട് ഒരു ഭക്ഷണം പാകം ചെയ്യരുത്. അവനവന് വേണ്ടി പാകം ചെയ്ത് വിലക്കിയിട്ടുണ്ട്. എന്നാൽ ഭഗവാന് വേണ്ടി പാകം ചെയ്ത് വിലക്കിയില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം ഭഗവാന് സമർപ്പിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ബാക്കി ആ ഉച്ഛിഷ്ടം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ അത് പാപപങ്കിലമാവില്ല. അതുപോലെ ഒരു ശിഷ്യനെ കൃഷ്ണാബോധം വളർത്തുന്നതിൽ സഹായിക്കാനായി സന്യാസിക്ക് അയാളെ വിവാഹം നടത്തി കൊടുക്കാം. നമ്മൾ 5ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞല്ലോ, സന്യാസികൾക്ക് പോലും അധികം ആളുകളെയും വിവാഹയജ്ഞം നടത്താൻ പ്രോത്സാഹിപ്പിക്കേണ്ടി വരുന്നു. അതായത് ഈ വിവാഹം എന്ന് പറഞ്ഞാൽ അതും ഒരു യജ്ഞമാണ്. അതായത് മനുഷ്യന്റെ മനസ്സിനെ നിയന്ത്രിച്ച് ആത്മീയ പുരോഗതിക്ക് സഹായിക്കത്തക്കവണ്ണം, അത് ആത്മീയ പുരോഗതിക്ക് എത്തണമെങ്കിൽ ആ ഷോഡശ സംസ്കാരത്തിന് ആദ്യത്തെ ഒരു ചടങ്ങാണ് വിവാഹം. വിവാഹം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗർഭധാനം, ആ കുട്ടി ജനിക്കുന്നതൊക്കെ വരുന്നത്. അപ്പൊ ആ വിവാഹം എന്നുള്ളതും ഒരു യജ്ഞമാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു സന്യാസി പ്രോത്സാഹിപ്പിക്കുന്നത് തെറ്റില്ല. സന്യാസി ആ വൈവാഹിക ജീവിതത്തിൽ കൂടി വന്ന ആളല്ലെങ്കിലും അവരെ ഈ ഗൃഹസ്ഥരാവാൻ വേണ്ടിയിട്ട് ഈ ബ്രഹ്മചാരികൾ 25 വയസ്സ് വരെ അവര് ഗുരുകുലത്തിൽ പഠിച്ചാലും അതിനുശേഷം അവർക്ക് വേണമെങ്കിൽ വിവാഹം കഴിക്കാം, ഒരു ഗൃഹസ്ഥനാവും. അങ്ങനെ അവരെ ഗൃഹസ്ഥനാക്കാൻ ഈ സന്യാസിമാര് ഉപദേശിക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അവർക്ക് അതിനുള്ള അവകാശമുണ്ട്, അവർക്ക് അത് പറയാം എന്നാണ് ഇതിൽ പറയുന്നത്. സന്യാസിക്ക് അയാൾ വിവാഹം നടത്തിയും വരെ കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. അത്തരം പ്രവൃത്തികളെ ത്യജിക്കുന്നവൻ, അപ്പോ ഇത് ഇതല്ല, എന്റെ ഡ്യൂട്ടി അല്ല, അല്ലെങ്കിൽ ഞാനിത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് തമോ ഗുണ പ്രേരിതമായ പ്രവൃത്തികളിൽ ആ തമോ ഗുണത്തിൽ എത്തിപ്പെടും. അത് സന്യാസി, ഞാൻ സന്യാസിയാണ്, എനിക്കിത് ചെയ്യാൻ പാടില്ല, എനിക്ക് അതിന്റെ ജ്ഞാനമില്ല, വൈവാഹിക ജീവിതത്തിനെ കുറിച്ച് അറിവില്ലാത്ത ഒരാൾ മറ്റുള്ളവരെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കാതെ താൻ അതിന് ചെയ്യേണ്ട പ്രവൃത്തി തന്നെയാണ്, അങ്ങനെ കർമ്മം ചെയ്യുന്നതുകൊണ്ട് തനിക്ക് അതിന്റെ ദോഷം സംഭവിക്കില്ല, പാപം വരില്ല എന്നുള്ള ഇത് ആ സന്യാസി മനസ്സിലാക്കണം. അങ്ങനെ അത് വിവാഹം നടത്തി കൊടുക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെ നടത്തി കൊടുക്കാതിരിക്കുകയാണെങ്കിൽ അത് തമോ ഗുണപ്രേരിതമായി മാറും എന്ന് പറയുന്നു. തമോ ഗുണിതമായിട്ട് മാറിപ്പോവും. അപ്പോ വേറെ ഇവിടെ നമ്മൾ എന്താ പറയുക, സാത്വിക ഏത് കർമ്മം ചെയ്താലും അതിൽ ഒരു ദോഷമുണ്ട് അല്ലെ. നമ്മൾ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യണോ അതിൽ എന്തെങ്കിലും ദോഷം ഉണ്ടാവും. അപ്പൊ യജ്ഞസാമഗ്രികൾ ശേഖരിക്കുക, അപ്പൊ പല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഒന്നും ദോഷമില്ലാതെ ചെയ്യണം, അങ്ങനെയാണെങ്കിൽ. പക്ഷെ പല കാര്യങ്ങളിലും ചിലപ്പോൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളിൽ തന്നെ ചിലപ്പോൾ പല ദോഷങ്ങളും വരാം. യജ്ഞസാമഗ്രികൾ ശേഖരിക്കാൻ ചെയ്യുന്ന കർമ്മത്തിലും പാപം വരുന്നുണ്ട്. അപ്പോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കർമ്മം ചെയ്യാതിരിക്കരുത്. വേദങ്ങൾ പറഞ്ഞ യജ്ഞം ചെയ്യുമ്പോൾ പാപമുണ്ടാകും. വേദങ്ങൾ പല യജ്ഞങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം തന്നെ ചെയ്യുകയാണെങ്കിൽ അതിന് പാപം നമുക്ക് ഏൽക്കില്ല. അത് ധർമ്മമാണ്. ആ വേദങ്ങൾ പറഞ്ഞ പ്രകാരത്തിലുള്ളത് ധർമ്മമാണ്. ആ വേദങ്ങൾ പറഞ്ഞ പ്രകാരം തന്നെ നമ്മളൊരു ഹിംസ ചെയ്യുകയാണെങ്കിൽ പോലും അത് പാപമായി മാറുകയില്ല. അപ്പൊ അത് അങ്ങനെയാണ് ഈ വേദങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ഈ ത്യാഗം തമോ ഗുണം അല്ല, ത്യാഗം ചെയ്യുന്ന തമോ ഗുണത്തിൽ കൂടിയാണുള്ള. ഹരേ കൃഷ്ണ. ഒരു മിനിറ്റ്. ഹരേ കൃഷ്ണ. തമോ ഗുണ പ്രവൃത്തിയോട് കൂടി, അതായത് തമോ ഗുണത്തിൽ കൂടി ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അത് നമുക്ക് എന്താ പറയുക, നീതകർമ്മങ്ങളെ തമോ ഗുണമായിട്ട് ചെയ്യുമ്പോൾ, തമോ ഗുണത്തിൽ കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ത്യാഗമായി മാറില്ല എന്നാണ് പറയുന്നത്. ഒരു മിനിറ്റ്. ഹരേ കൃഷ്ണ. എനിക്ക്
ഹരേ കൃഷ്ണ. അപ്പൊ സന്യാസവും ത്യാഗവും നമ്മൾ എന്താണെന്ന് വ്യത്യാസം നമുക്ക് പറയാം. നമ്മൾ സന്യാസത്തിന്റെ കാര്യം ത്യാഗത്തിന്റെ കാര്യം എടുത്ത് പറയാം. ഇതില് സന്യാസം എന്താണെന്ന് വെച്ചാൽ സമ്പൂർണ്ണമായി ഉപേക്ഷിക്കുകയാണ്. എന്താണ് ഉപേക്ഷിക്കുന്നത്? കർമ്മഫലം മാത്രമല്ല, കർമ്മം തന്നെ ഉപേക്ഷിക്കുകയാണ്. അപ്പൊ സന്യാസികൾ എന്താണ്? അവര് കർമ്മം ചെയ്യുന്ന, കർമ്മഫലവും മാത്രമല്ല കർമ്മം തന്നെ ഉപേക്ഷിക്കുകയാണ്. അവരുടെ വീട്, കുടുംബം, ജോലി, സമ്പത്ത്, സമൂഹമായുള്ള ജീവിതം, ഇതൊക്കെ അവർ ഉപേക്ഷിക്കും. എല്ലാം ഉപേക്ഷിച്ച് ആശ്രമത്തിൽ ജപം, തപസ് ചെയ്യൽ, ഈ വക കാര്യങ്ങളാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. അതിനെ പൂർണ്ണമായിട്ടും നമ്മൾ സന്യാസം എന്ന് പറയാം. ഉദാഹരണം, ഒരു സന്യാസി ജോലി ചെയ്യുന്നില്ല, എന്നാൽ ഭിക്ഷ ചോദിച്ച് ജപം ചെയ്ത് ജീവിക്കുന്നു. അത് ആളുടെ കർമ്മ ആൾ ചെയ്യുന്നുണ്ട്. അതേപോലെ കാമനയോടെ ചെയ്യുന്ന കർമ്മങ്ങളെ ഉപേക്ഷിക്കുക. അപ്പൊ എന്താണ്? നമുക്ക് ആഗ്രഹ പ്രകാരം ചെയ്യുന്ന അത് അങ്ങനെയുള്ള അതിന്റെ ഫലം അനുഭവിക്കാണ്ട് അത് ഉപേക്ഷിക്കുകയാണ് ശരിക്കും സന്യാസം. ഇനി ത്യാഗം എന്താണ്? ഫലം ഉപേക്ഷിച്ച് കർമ്മം ചെയ്യുക. അതായത് ഫലം ആഗ്രഹിക്കുന്നില്ല, കർമ്മം ചെയ്യുന്നുണ്ട്. കർമ്മം ഉപേക്ഷിക്കുന്നില്ല, കർമ്മത്തിന്റെ ഫലത്തെയാണ് അത് ത്യജിക്കുന്നത്. അപ്പൊ എന്താണ്? ജോലി, കുടുംബം എല്ലാം ഉണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ എനിക്ക് വേണ്ടിയല്ല അത് എന്ന ഭാവത്തിലല്ല, തനിക്ക് വേണ്ടി എന്നുള്ള ഭാവത്തിലല്ല, എല്ലാം ഞാൻ ചെയ്യുന്നത് ഭഗവാനെ സമർപ്പണിച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് അത് നിഷ്കാമ കർമ്മമായിട്ടാണ് ചെയ്യുന്നത്. ഉദാഹരണം, ഒരു ഗൃഹസ്ഥൻ ജോലി ചെയ്യുന്ന കുടുംബം നോക്കുന്നു, ജോലി ചെയ്ത് കുടുംബം നോക്കുന്നു, ഫലം കൃഷ്ണനെ സമർപ്പിക്കുന്നു. ഇത് എന്താണ്? ത്യാഗമാണ്. അപ്പൊ സന്യാസവും ത്യാഗവും തമ്മിലുള്ള വ്യത്യാസം ഈ പറയുന്നത്. അതായത് ആദ്യം സന്യാസം എന്താ പറഞ്ഞു? തൻ്റെ വീട്, കുടുംബം, ജോലി, സമ്പത്ത്, സമൂഹമായുള്ള ജീവിതം എല്ലാം ഉപേക്ഷിച്ചിട്ട് ജപം, എന്താ പറയാ, തപസ്, ഇതിൽ മുഴുകിയിരിക്കുന്നതാണ് ശരി. അതൊരു സന്യാസം. പക്ഷെ ത്യാഗം അണിച്ചാൽ കർമ്മം ചെയ്യുന്നുണ്ട്, ഫലത്തെ ഉപേക്ഷിക്കുന്നു. ഇത് ത്യാഗം. അപ്പോ നമ്മൾ 3 തരത്തില് ഇത് പറഞ്ഞു. അതായത് സ്വാത്വികമായതും രാജസികമായും താമസമായുള്ള 3 തരത്തിലാണ് ത്യാഗത്തിനെ വേർതിരിച്ചിരുന്നത്. അപ്പൊ സ്വാത്വികമായ ത്യാഗം എന്താന്ന് നോക്കാം. ജോലി ചെയ്യുന്നു എന്നാൽ ഭഗവാന്റെ സേവ, ഭഗവാനെ ചെയ്യുന്ന ജോലി ഭഗവാനെ സമർപ്പിച്ചിട്ട് ചെയ്യാണ്. അതാണ് സ്വാത്വികമായ ത്യാഗം. കഷ്ടമായിട്ട് തോന്നില്ല, അത് ചെയ്യുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ്, ഇത് എനിക്ക് ചെയ്താൽ സുഖമാവില്ല എന്നൊക്കെ തോന്നുന്നല്ല. ശരിക്കും അത് കർത്തവ്യമാണ്. ഇതാണ് എൻ്റെ കർത്തവ്യം, ഇതിന് എനിക്കൊരു കഷ്ടപ്പാടൊന്നുമില്ല, ഞാനിത് ഇഷ്ടം പോലെ എനിക്ക് ചെയ്യാൻ ഞാൻ താല്പര്യനാണ്, ഭഗവാന് വേണ്ടിയിട്ടല്ലേ എന്നുള്ള രീതിയിൽ ചെയ്യുന്ന ഒരു ത്യാഗം, ഒരു സേവ. തൻ്റെ കർത്തവ്യമാണ് ഇത് ചെയ്യാതെ പറ്റില്ല എന്നുള്ള നിർബന്ധമായിട്ടും അതെനിക്ക് ചെയ്തേ പറ്റൂ, അത് ഞാൻ ചെയ്യുന്നത് ഭഗവാന് വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്ന അതാണ് സ്വാത്വികമായ ത്യാഗം. അത് ഭഗവാനെ എല്ലാം ഭഗവാനെ സമർപ്പിക്കുകയാണ്. അതിന്റെ ഞാൻ ചെയ്യുന്ന കർമ്മത്തിന് എന്താ പറയാ, പ്രതിഫലം ഇച്ഛിക്കാതെ, അതെന്റെ കർത്തവ്യമാണ്. ഇപ്പൊ എങ്ങനെയാണ് ഒരു അമ്മയും കുഞ്ഞുമാണെങ്കിൽ, ഒരു അമ്മ കുട്ടിക്ക് സ്തനപാനം ചെയ്യുന്നുണ്ട്, അത് അമ്മയുടെ കർത്തവ്യമാണ്. അമ്മയ്ക്ക് അതിന് യാതൊരു മടിയില്ല. അത് അങ്ങനെ ചെയ്യുന്ന ത്യാഗമാണ് സ്വാത്വികമായ ത്യാഗം. ഒരു ബുദ്ധിമുട്ടോ ഒരു വിഷമോ, അത് ഞാൻ ചെയ്യുന്ന എല്ലാം ഈശ്വരനെ അർപ്പിച്ചിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള ബോധത്തോടെ ചെയ്യുന്ന ആ കർമ്മത്തെ സാത്വികമായ ത്യാഗം എന്ന് പറയുന്നു. ഇനി രാജസമായ ത്യാഗം എന്ന് വെച്ചാൽ കഷ്ടപ്പാട്, ഒരുപാട് കഷ്ടപ്പാട്. ഇതൊക്കെ എങ്ങനെ ഞാൻ ചെയ്യും, എനിക്ക് ഇത് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഇത് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് കുറെ പൈസ നഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ ആർക്കെങ്കിലും ദാനം കൊടുത്താൽ എൻ്റെ പൈസ നഷ്ടപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ. അത് കർമ്മം ചെയ്യും, പക്ഷെ അതിന്റെ പിന്നില് മാനസികമായ ചിന്ത എന്താണ്? ഇത് എനിക്ക് എന്താ പറയാ, വലിയ ഉപകാരമൊന്നുമില്ല, ഇതിനെ കൊണ്ടൊരു കാര്യമില്ല എന്നൊക്കെ ചിന്തിച്ചിട്ട് ഫലം, അല്ലെങ്കിൽ അതിനെ ഇരട്ടി ഫലം എനിക്ക് കിട്ടും എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇത് ചെയ്യാൻ എനിക്ക് സാധിക്കില്ല, ഞാൻ ഇത് ഉപേക്ഷിക്കുകയാണ്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന, അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുക, അങ്ങനെ ചിന്തിച്ചിട്ടുള്ള കർമ്മങ്ങളൊക്കെ അത് രാജസമായിട്ട് പറയുന്നു. പിന്നെന്താ, ജപിക്കാൻ വയ്യ, ദാനം ചെയ്താൽ പണം നഷ്ടമായല്ലോ, ഒരു ഭഗവത് സേവയില്ല, സന്ധ്യാനാമം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല, ഇതൊക്കെ ചെയ്താലേ എനിക്ക് എന്ത് ഗുണം കിട്ടും, അതിന്റെ ഗുണത്തിനെ ചിന്തിച്ചിട്ട്, ഗുണം ഇന്നത് കിട്ടുമെന്ന് ചിന്തിച്ചിട്ടൊക്കെ അങ്ങനെ ചെയ്യുന്ന ഒരു കർമ്മങ്ങൾ, ഇതൊക്കെ രാജസികമായ ത്യാഗത്തിലാണ് പെടുന്നത്. വ്യാകുലതപ്പെട്ടിട്ട് ഇതൊക്കെ ചെയ്താൽ എനിക്ക് നഷ്ടമാണോ സംഭവിക്കുക, ലാഭമാണോ സംഭവിക്കുക, അതിന്റെ ഉള്ളിലത്തെ വികാരമാണ്, അതിന്റെ പുറമേ കിടക്കുന്ന വികാരമാണ് ഓരോ ത്യാഗത്തിന്റെയും ഇത്. ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതാണെങ്കിൽ അത് സാത്വികം, അതായത് ഇതിന് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, അതെനിക്ക് ചെയ്തേ പറ്റൂ, ഭഗവാൻ സമർപ്പിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ സാത്വിക ഭാവത്തിലും, ഇതിന്റെ ലക്ഷ്യം കണ്ടിട്ട് എനിക്ക് ഇത് നേടാം, ഇത് ചെയ്താൽ അങ്ങനെ കിട്ടും എന്നുള്ള ആ ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്നത് എന്താണ്, അത് രാജസമായ ത്യാഗം. ഇനി താമസികമായ ത്യാഗമുണ്ട്, ഇത് ഏറ്റവും അധമമാണ്, അത് ഏറ്റവും അധമമായ ത്യാഗമാണ് രാജസികമായ ത്യാഗം. അപ്പോ അതിലെന്താ വെച്ചാൽ അജ്ഞാനം, അറിവില്ല,
ഒരു അറിവില്ല, എന്താണ് ചെയ്യേണ്ടത് ഏതെന്ന് ചെയ്യണമെന്ന് അറിയില്ല. എവിടേക്കോ എന്തൊക്കെയോ കേട്ടിട്ടുണ്ട്, അതിനെ പറ്റിയിട്ട് അത് ഊഹാപോഹങ്ങളിൽ കൂടിയിട്ട് പൊടിപ്പും തൊങ്ങലും വെച്ച് കേട്ട കാര്യങ്ങളൊക്കെ മനസ്സിൽ എടുത്തു വയ്ക്കും. എന്നിട്ട് അത് ശാസ്ത്രത്തെ അങ്ങനെ ശരിയായ രീതിയിൽ ശാസ്ത്രത്തെ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അവഗണിക്കുക. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇതൊക്കെ ഒരു ആവശ്യമുള്ള കാര്യമാണോ, ഇത് ഇന്നത്തെ കാലത്ത് ജീവിക്കുക, ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, നമ്മളൊക്കെ പുരോഗതിയിലല്ലേ എന്നൊക്കെ ചിന്തിക്കുക. അതിനെ പാടെ അവഗണിക്കുക. എന്നിട്ട് കർമ്മം ചെയ്യാതിരിക്കുക. എന്നിട്ട് തൻ്റെ ഇഷ്ടപ്രകാരം തൻ്റെ ലൈഫ് ഈ ഭൗതിക ലോകത്തിൽ എങ്ങനെയാണോ സുഖിച്ച് ജീവിക്കാൻ പറ്റുക അതിൽ സുഖിച്ച് ജീവിക്കുക. ഈ വേദങ്ങളിൽ പറഞ്ഞ നിർദ്ദേശങ്ങളൊന്നും അനുസരിക്കാതെ തൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുക. ഈ പറയുന്നതൊക്കെ വെറുതെയാണ്. ഇതൊക്കെ വെറുതെ ധർമ്മം കർമ്മം ഇതൊക്കെ ഒരു ഒരു അറിവില്ലാത്തതുകൊണ്ട് ഒരു ചെയ്യുന്ന കാര്യങ്ങളാണ്, ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഇതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങളല്ല എന്നൊക്കെ വിചാരിച്ച് സംസാരിച്ച് ഒരു നിലയ്ക്കും ദൈവികമായ ചിന്തയില്ലാതെ ജീവിക്കുന്ന ഒരു കൂട്ടർ. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് അധമമായ കാര്യം, ഇത് അവർ വിചാരിക്കും ഇത് അധമമായ, ഇപ്പൊ എന്താ പറയാ പുരോഗതി ഇല്ലാത്ത കാര്യങ്ങളാണ്, ഇന്നത്തെ കാലത്തെ കാര്യത്തൊക്കെ ഇതൊക്കെ ആചരിച്ചു പോരും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു കൂട്ടർ. അങ്ങനെ അവർക്ക് പിന്നെ പ്രാർത്ഥനയോ അല്ലെങ്കിൽ സന്ധ്യാവന്ദനോ പിതൃതർപ്പണ പൂജ ഈ വക കാര്യങ്ങളൊന്നും അവർ ചെയ്യില്ല. അങ്ങനെ ഇതൊന്നും ആവശ്യമില്ലാത്ത കാര്യമാണ്, ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള വേണ്ടതല്ല എന്നൊക്കെ വിചാരിച്ച ഒരു തരത്തിലുള്ള ആൾക്കാർ. അങ്ങനെയുള്ള ആൾക്കാരെ അതൊക്കെ ചെയ്യാതിരിക്കുക. അപ്പൊ അവരെന്താണ്, ശരിയായ സാത്വിക ഭാവത്തിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവര് ഈ തമോ ഗുണികൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു ത്യാഗം, അങ്ങനെ 3 തരത്തിലാണ് ഇവിടെ ത്യാഗത്തിനെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് ഈ ശ്ലോകത്തിലേക്ക് തന്നെ പോവാം. അപ്പൊ നീതകർമ്മത്തിനെ കുറിച്ച് നമ്മൾ നീത കർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നീതകർമ്മങ്ങളെ ഒരിക്കലും ഉപേക്ഷിച്ചു കൂടാന്നാണ് പറഞ്ഞത്. അപ്പൊ എല്ലാ മനുഷ്യരും എല്ലാ ആൾക്കാരും തങ്ങൾക്ക് വിധിച്ചിട്ട കർമ്മങ്ങള്, വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ നമ്മൾ അത് അനുഷ്ഠിക്കണം. അതുപോലെ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, സാത്വികമായ ആ തലത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കും. അല്ലാത്ത പക്ഷം നീതകർമ്മങ്ങളെ ഉപേക്ഷിച്ച് അജ്ഞാനം കൊണ്ട് അത് ഫോളോ ചെയ്തില്ലെങ്കിൽ, അറിവില്ലായ്മ കൊണ്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ അങ്ങനെയുള്ള അത് സാത്വികമാവില്ല, അത് തമോ ഗുണത്തിലായിപ്പെടും. ഇനി ദുഃഖമാണ്, ഇതൊക്കെ വലിയ കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ്, ഇത് കായക്ലേശങ്ങൾ ശരീരത്തിനും മനസ്സിനും ആകെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അങ്ങനെ ചിന്തിച്ചിട്ട് കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ള ചെയ്യാതിരിക്കുന്നവരെ എന്താ പറയാ, അത് രാജസമാണ്. അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യാതെ ജീവിതം നയിച്ചു പോകുന്നത് രാജസമാണ്. അത് പറയുന്നുണ്ട്, കൃഷ്ണാവോദിഷ്ടനായ ഒരാൾ ഫലോദിഷ്ട കർമ്മമാണെന്ന് കരുതി ധനാർജന മാർഗം ഉപേക്ഷിക്കേണ്ടതില്ല. ഇനിയിപ്പോ കൃഷ്ണാവബോധനിഷ്ഠനായി, അത് കൃഷ്ണാവബോധത്തിൽ എത്തിച്ചേർന്നു, എന്നാൽ അദ്ദേഹം ഒരാൾ ഫലോദിഷ്ട കർമ്മമാണെന്ന് കരുതി, ഫലോദിഷ്ട കർമ്മമാണ് ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഈ രാജസ ത്യാഗത്തിൽ പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ആർജനം ഉണ്ടായെങ്കിൽ നമുക്കത് കൃഷ്ണാവബോധത്തിലേക്കോ അതിന്റെ സംഘടനയിലൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ അത് പാടെ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. അത് കാരണം എന്ന് വെച്ചാൽ ഫലം കിട്ടും, ഞാൻ അത് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ആ കർമ്മം ചെയ്തിട്ട് അതിൽ നിന്ന് ആർജിക്കുന്ന പണം ഈ കൃഷ്ണാവബോധ സംഘടനകൾക്ക് കൊടുത്ത് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ ഇവരെന്നെ അതിരാവിലെ ഉണർന്ന് ആധ്യാത്മിക കൃഷ്ണാവബോധത്തെ വളർത്താൻ കഴിയുമെങ്കിൽ ആ വിധം പ്രവൃത്തിയിൽ നിന്ന് ഭയന്നോ ക്ലേശം എന്ന് കരുതി പിന്മാറിക്കൂടാ. കാലത്തെ നിൽക്കണം, മംഗളാരതിയിലൊക്കെ പങ്കെടുക്കണം, ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കർമ്മങ്ങളിൽ നിന്നൊക്കെ പിന്മാറി നിൽക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് രാജസമായുള്ള ത്യാഗമായിരിക്കും. അങ്ങനെ ചെയ്താൽ അത് രാജസമായുള്ള കർമ്മമായി മാറും. അങ്ങനെയുള്ള ത്യാഗങ്ങൾ രാജസമാണ്. രജോ ഗുണത്തിലുള്ള കർമ്മത്തിന്റെ ഫലം ദുഃഖമാണ്. അപ്പൊ അങ്ങനെ ഈ രജോ ഗുണത്തിൽ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം എന്തായിരിക്കും? ദുഃഖമാണ്. അതിൽ നിന്ന് നമുക്ക് ഒരു സുഖം, ഒരു സമാധാനവും സംതൃപ്തിയും കിട്ടില്ല. അങ്ങനെ കർമ്മങ്ങൾ ചെയ്യാന്ന് മാത്രം, അല്ലെങ്കിൽ ഇഷ്ടമില്ലാതെ അനിഷ്ടത്തോടു കൂടി ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യാന്നല്ലാതെ അതിൽ നിന്നുള്ള നമുക്ക് പൂർണ്ണമായ ഒരു സംതൃപ്തി കിട്ടില്ല. കാരണം അതിന്റെ ബാക്കിൽ അതിന്റെ ലക്ഷ്യം അവർക്ക് ആത്മാർപ്പണമായിട്ട് ചെയ്യാത്തത് കൊണ്ട് അതിൽ നിന്നുള്ള ഒരു സുഖം അവർക്ക് കിട്ടില്ല. അത് രജോ ഗുണികൾക്ക് അതിന്റെ ഗുണം മനസ്സിലാവാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ജ്ഞാനം, അവർ ആ ജ്ഞാനം ആർജിക്കാത്തതുകൊണ്ട് അവർക്ക് ഇത്രക്കും മതി. അല്ലെങ്കിൽ അവർ ലൗകിക സുഖത്തിലാണ് അവർ കൂടുതൽ ആഗ്രഹിച്ചിരിക്കുന്നത്, ലൗകിക സുഖത്തിൽ ജീവിക്കാനാണ് താല്പര്യം. അപ്പൊ ഈ വക കാര്യങ്ങൾ, അതായത് ആധ്യാത്മികതയിലേക്കുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് അത്ര അതിൽ പങ്കെടുക്കാൻ താല്പര്യം കാണിക്കില്ല, അല്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ് പിന്മാറാൻ നിൽക്കുന്നത്. അത് രാജസമായ ത്യാഗമാണ്.
കാര്യമിത്യേവ യത് കർമ്മ നീതം ക്രിയതേ അർജുന സംഘം തെക്ത ഫലം ചെയ്വ സത്യാഗ സാത്വികോ മത. അപ്പോ ഹേ അർജുന, ഭൗതിക സംഗ്രഹിതം, ഭൗതിക കാര്യങ്ങളിൽ നിന്ന് സംഗ്രഹിതനായും ഫലം ഉദ്ദേശിക്കാതെയും. ഇപ്പൊ ഭൗതിക ലോകത്തിലെ പല പല കൂട്ടുകെട്ടുകളുണ്ടല്ലോ, അതിലൊക്കെ ഉൾപ്പെടാണ്ട് ആധ്യാത്മിക തലത്തിലേക്ക് വീരാനുള്ള സംഘങ്ങളുമായി സഹകരിച്ച് എന്ത് കർമ്മം ചെയ്താലും അതിന് ഫലം ഉദ്ദേശിക്കാതെ, അത് ഈശാർപ്പണം ഭഗവാൻ അർപ്പിക്കുന്ന രീതിയിൽ ചെയ്യുന്ന കർമ്മം, അത് കർത്തവ്യമാണ്, അതെന്റെ ഡ്യൂട്ടിയാണ്, ഇത് ഞാൻ ചെയ്യേണ്ടതാണ് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോട് കൂടിയിട്ട്. അതാരും പറഞ്ഞ ഒരു കർമ്മം ആരും പറയേണ്ട ആവശ്യമില്ല. ഇത് ഇപ്പൊ വീട്ടിലൊരു അമ്മ തന്നെയാണ്, അമ്മ കുടുംബകാര്യങ്ങളെല്ലാം മുഴുവൻ നോക്കണു, അത് അവരുടെ ഡ്യൂട്ടിയാണ്, ആ ഡ്യൂട്ടി അവർ നിർവഹിച്ചേ മതിയാവും. അപ്പൊ അതിന്റെ പ്രതിഫലം കിട്ടും വെച്ചിട്ടല്ലല്ലോ ചെയ്യേണ്ടത്, അതവര് കർത്തവ്യമാണ്. അങ്ങനെ ചെയ്യുന്ന ഏതൊരു കർമ്മവും സാത്വികമായിട്ട് കർമ്മമായിട്ട് തീരും. സാത്വികമായ കർമ്മമാണ് വിധിക്കപ്പെട്ട കർമ്മം. അത് ഓരോ ആൾക്കാർക്കും തനിക്ക് ഇന്ന കർമ്മങ്ങൾ ചെയ്യണം എന്നുള്ള വിധിക്കപ്പെട്ടു. ഇപ്പൊ അച്ഛനാണെങ്കിൽ അച്ഛന് ഒരു ചുമതലകളുണ്ട്, അമ്മയ്ക്ക് ഒരു ചുമതലയുണ്ട്, ഓരോ വീട്ടിൽ ഓരോ കർമ്മങ്ങൾ ചെയ്യാനുള്ളത്. ഒരു സന്യാസിയാണെങ്കിൽ സന്യാസികളുടെ ചുമതലകളുണ്ട്. നമ്മള് മക്കളെ നോക്കുന്നത് അങ്ങനെ തന്നെയല്ലേ മാതാജി? നമ്മള് മക്കളെ നോക്കുന്നത് അങ്ങനെയല്ല, നമുക്ക് കിട്ടുന്ന വെച്ചിട്ടാണോ നോക്കണം അല്ലേ? അമ്മ പാല് സ്തന്യം ചെയ്യണത് തന്നെ ഒരൊന്നും കിട്ടുന്ന പ്രതീക്ഷിച്ചല്ലോ. അപ്പൊ ഇതൊക്കെ നമ്മള് ഒന്നും പ്രതീക്ഷിക്കാണ്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാം ഭഗവാൻ അർപ്പിച്ചു ചെയ്യുന്ന ആ കർമ്മം സാത്വിക കർമ്മമാണ്, ആ ത്യാഗം സാത്വികമാണ്. ഇപ്പൊ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, ഈ മനോഭാവത്തോടെയാണ് വിധിക്കപ്പെട്ട കർമ്മം അനുഷ്ഠിക്കേണ്ടത്. എന്താണ്? ഇതിൽ ഒന്നും പ്രതീക്ഷിക്കാതെ, ഇതിന്റെ പ്രതിഫലം പ്രതീക്ഷിക്കാതെ എന്റെ കർത്തവ്യമാണ് ഇത് എന്ന് വിചാരിച്ചിട്ട് ചെയ്യുക. ഫലം ഉദ്ദേശിച്ച് കർമ്മം ചെയ്യരുത്. കർമ്മത്തിന്റെ ഗുണങ്ങളിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു നിൽക്കണം. അത് ഇന്ന കർമ്മം ചെയ്താൽ ഇതെനിക്ക് കിട്ടും എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു കർമ്മം ചെയ്യാതിരിക്കുക. അത് കാലം അല്ലെങ്കിൽ സമയം നമുക്ക് നമ്മൾ ഇത് നമ്മുടെ ചുമതലയാണ്, ആ ചുമതല ചെയ്ത് തീർക്കുക എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ നമുക്കത് ചെയ്യാൻ പാടുള്ളൂ. കൃഷ്ണാബോധനിഷ്ഠനായ ഒരാൾ ഫാക്ടറിയിൽ പ്രവൃത്തി ചെയ്യുമ്പോൾ ആ തൊഴിലുമായോ ഫാക്ടറിയിലെ മറ്റു തൊഴിലുകളുമായോ ബന്ധം പുലർത്തുകയില്ല. അപ്പൊ കൃഷ്ണാബോധത്തിലുള്ള ഒരാളാണ്, അദ്ദേഹം ഒരു ഫാക്ടറിയിലാണ് പ്രവൃത്തി ചെയ്യണമെങ്കിൽ ആ തൊഴിലുമായോ ഫാക്ടറി മറ്റു തൊഴിലാളികളുമായോ ബന്ധം പുലർത്താറില്ല, കൃഷ്ണന് വേണ്ടി മാത്രമാണ്. അപ്പൊ അദ്ദേഹത്തിന് ഉദ്ദേശം എന്താണ്? ഇതിൽ നിന്ന് എന്ത് കിട്ടുകയാണ് എന്തായാലും അത് ഞാൻ കൃഷ്ണ ഭഗവാനെ സമർപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കർമ്മമാണ്. അതിൽ എനിക്ക് ഫാക്ടറി ആയിട്ടോ ഫാക്ടറിയിൽ മറ്റു തൊഴിലാളിയായിട്ടോ മുതലാളിയായിട്ടോ യാതൊരു വക ബന്ധത്തിനും ആള് സ്ഥാപിക്കുന്നില്ല. ഇതെന്റെ ലക്ഷ്യം എന്താണ്? ഇത് എനിക്ക് കൃഷ്ണ അവബോധത്തിന് വേണ്ടി അല്ലെങ്കിൽ കൃഷ്ണന് വേണ്ടി സമർപ്പിക്കാൻ വേണ്ടി, അതിനുവേണ്ടി പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കും. ഫലവും കൃഷ്ണന് അർപ്പിക്കപ്പെടും. അതിന്റെ ഞാൻ ഇത് കൃഷ്ണന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു എല്ലാ കർമ്മവും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ കർമ്മഫലത്തിന്റെ ഇത് എടുക്കേണ്ടി വരില്ല. കാരണം വെച്ചാൽ അത് അർപ്പിച്ചു കഴിഞ്ഞു, അപ്പൊ ഭഗവാൻ അർപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഫലം എല്ലാം കൃഷ്ണനായിട്ട് അർപ്പിക്കുക. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഒരു പാപോ പുണ്യോ ഒന്നും നമ്മളത് പ്രതീക്ഷിക്കേണ്ട. ഈ നിലയിൽ അയാളുടെ പ്രവൃത്തി അഭൗതികമാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് അഭൗതികമാണ്, ഭൗതികമല്ല, അത് ആധ്യാത്മികമായിട്ട് കരുതുന്നു. അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് അതുകൊണ്ട് എല്ലാവരും കർമ്മം ചെയ്യുക, അതിന്റെ ഫലം അന്വേഷിക്കേണ്ട, എനിക്കായിട്ട് കർമ്മം ചെയ്യാന്ന് പറയുന്നു. സാത്വിക ത്യാഗഭാവത്തിൽ കർമ്മം ചെയ്യണം, അതാണ് യഥാർത്ഥമായ ത്യാഗം. സാത്വിക ഭാവത്തിൽ കർമ്മം ചെയ്യുക, അതാണ് യഥാർത്ഥമായ ത്യാഗം എന്ന് ഇതിൽ ഭഗവാൻ പറയുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. നന്നായിരുന്നു മാതാജി, നല്ല ക്ലാസ്സായിരുന്നു. അപ്പൊ അനുഭവമുള്ള കാര്യങ്ങളാണ് എല്ലാതും അല്ലെ. നമ്മുടെ ഭാരതിയൊക്കെ ഇരിക്കുമ്പോ നമുക്ക് മംഗളാരതിയൊക്കെ സന്തോഷല്ലേ, അതൊക്കെ അനുഭവം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യെസ്, അത് ഈ തുടക്കത്തെ 20 കറക്റ്റായിട്ട് തമോ ഗുണത്തിന്റെ ത്യാഗം എന്ന് വെച്ചാൽ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ത്യാഗവും സന്യാസവും ഉപേക്ഷിക്കാന്ന അർത്ഥം ആ അർത്ഥത്തിൽ ഉപയോഗിക്കാം. സന്യാസമായാലും ശരി ത്യാഗമായാലും ശരി ഉപേക്ഷിക്കുന്നു എന്നൊരു വാക്ക് ഉപയോഗിക്കാം. സന്യാസി എന്ന് ഉപേക്ഷിക്കുന്നതാണ് മാതാജി കറക്റ്റായി പറഞ്ഞു. കർമ്മം തന്നെ ഉപേക്ഷിക്കുകയാണ്, കർമ്മം മൊത്തമായിട്ട് ഉപേക്ഷിക്കുന്നു. ത്യാഗി എന്ന് പറഞ്ഞ ആള് കർമ്മത്തിന്റെ ഫലം ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ കർമ്മത്തിന്റെ ഫലത്തിലുള്ള ആഗ്രഹം ഉപേക്ഷിക്കുന്നു. റിനൗൺസിയേഷൻ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ റിനൗൺസിയേഷൻ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നു, പക്ഷെ അതിന്റെ ശരിയായിട്ടുള്ള രീതിയിൽ എന്താ വെച്ചാൽ സന്യാസി എന്ന ആള് കർമ്മം ഉപേക്ഷിക്കുമ്പോൾ ത്യാഗിയായിട്ടുള്ള ആള് അതിന്റെ ഫലം അല്ലെങ്കിൽ ഫലത്തിനോടുള്ള ആസക്തി ഉപേക്ഷിക്കുകയാണ്.
അപ്പോൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ തമോ ഗുണത്തിലുള്ള ആൾക്കാർ കർമ്മം ഉപേക്ഷിക്കുകയാണ്. എന്തുകൊണ്ട്? കർമ്മഫലമല്ല ഉപേക്ഷിക്കണം, അയാൾ കർമ്മം തന്നെ ഉപേക്ഷിക്കുകയാണ്. കർമ്മം ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? അയാൾക്ക് വേദങ്ങളെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള ജ്ഞാനം ഇല്ലാത്തതുകൊണ്ട്, വേദമായിട്ട് ബന്ധമില്ല അയാൾക്ക്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആഹാരത്തെ കാര്യം എടുത്ത് പറയുന്നുണ്ട്, രാമാനുജൻ എടുത്ത് പറയുന്നുണ്ട്. ആഹാരം ശുദ്ധമായി കഴിഞ്ഞാൽ, ശുദ്ധമായ ആഗ്രഹം കഴിച്ചാൽ നമുക്ക് സത്യമായ ബ്രഹ്മനെ കുറിച്ചുള്ള നോളജ് കൂടും. ആ ബ്രഹ്മസാക്ഷാത്കാരത്തിൽ നമ്മൾ എത്തുകയും ചെയ്യും. അപ്പൊ നമ്മൾ കർമ്മം ചെയ്യുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ, നിഷ്കാമമായ കർമ്മം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവസാനം ആത്യന്തികമായി ആത്മീയമായിട്ടുള്ള വളർന്നുകൊണ്ട് ബ്രഹ്മസാക്ഷാത്കാരം എത്തണം. അതിനാണ് നമ്മൾ കർമ്മം ചെയ്യണം. അപ്പോൾ ആ കർമ്മത്തിന്റെ ഫലം ഒഴിവാക്കിക്കൊണ്ട് കർമ്മം ചെയ്യുകയാണെങ്കിൽ ഈ ആത്മസാക്ഷാത്കാരം നമുക്ക് ലഭിക്കും. അപ്പൊ അത് മനസ്സിലാക്കാണ്ട് എന്തുകൊണ്ട് കർമ്മം ചെയ്യുന്നു, അതായത് എന്തുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യണം എന്നുള്ള നോളജ്, വേദങ്ങൾ പറഞ്ഞ നോളജ് അറിയാത്തതുകൊണ്ട് ഇത് ഉപേക്ഷിക്കുന്നു. അതുകൊണ്ട് അജ്ഞത കൊണ്ട് വെച്ചാൽ മോഹം. അജ്ഞത വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മോഹത്താണ് വരുന്നത്. അതായത് മോഹം എന്നാൽ തമസാണ്. അതുകൊണ്ട് തമസിന്റെ കാര്യം പറയുന്നത്, ഇത് തമസാണ്. അറിയാണ്ട് അജ്ഞത കൊണ്ട് കർമ്മം ഉപേക്ഷിക്കുന്നത് തമോ ഗുണത്തിലാണ്. രജോ ഗുണത്തിന്റെ കാര്യം അയാൾക്ക് വേദങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, ശരിയാണ്. ആത്മസാക്ഷാത്കാരം ആത്മീയ ജീവിതം തന്നെയാണ് നല്ലത്, അറിയാം. പക്ഷെ അതിന്റെ ബുദ്ധിമുട്ടുകൾ ഈ പറഞ്ഞ കാലത്ത് എനിക്ക് മറ്റേ ചെയ്യാം, പിന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇതൊക്കെയും ചെയ്യുമ്പോൾ നമ്മൾ കളക്ഷന് വേണ്ടി വരുമ്പോൾ ശിലപ്രബോധം പറയുമല്ലോ, ധനാർജനത്തിന് വേണ്ടി നമ്മൾ ചിലപ്പോൾ കളക്ഷന് വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണത്. 3-4 മണിക്കൂർ ദിവസം ചിലവാക്കേണ്ടി വരും. പല ആൾക്കാരുടെ നമുക്ക് സംസാരിക്കേണ്ടി വരും. അവരുടെ നിന്നുള്ള റെസ്പോൺസ് ഒരുപോലെ ആയിരിക്കില്ല. അധികവും നെഗറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് വരിക. അപ്പോൾ ഇതെല്ലാം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് രജോ ഗുണികൾ വിചാരിച്ചിട്ട് അവർ ഈ കർമ്മം ചെയ്യാതിരിക്കും. അവർക്കറിയാം കർമ്മം ചെയ്യുന്നത് നല്ലതാണ്, ഈ നമുക്ക് സാക്ഷാത്കാരത്തിനും ആത്മീയമായ അഭിവൃദ്ധിക്ക് പറ്റിയതാണത്. പക്ഷേ ഈ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ അടങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും, ഇപ്പോൾ കളക്ഷൻ പോകണമെങ്കിൽ ശാരീരികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും കൂടുതൽ മാനസികമായ ടെൻഷൻ ഉണ്ടാക്കും ചിലപ്പോൾ. അപ്പോൾ അതെല്ലാം വിചാരിച്ചിട്ട് അവിടെ ഒഴിവാക്കും. പിന്നെ രാവിലെ മംഗളാരതിക്ക് എണീക്കുക, ബാക്കി കാര്യങ്ങൾ ചെയ്യുക. അതുകൊണ്ട് അയാൾ ഒഴിവാക്കണം. അപ്പൊ അതുകൊണ്ട് അത് ത്യാഗം, അത് അവിടെ കർമ്മഫലത്തെയായിരിക്കണം, അവിടെ കർമ്മം തന്നെയാണ് ത്യജിക്കണം. തമോ ഗുണികൾ ആൾക്കാരും കർമ്മം തന്നെ ത്യജിക്കണം, ഇവരും ത്യജിക്കണം. എന്താണ് ശരിയായിട്ടുള്ള ഭയം കൊണ്ട്, അതിൽ കഷ്ടപ്പാടും ദുരിതവും മനസ്സിലാക്കിക്കൊണ്ട് അത് ബുദ്ധിമുട്ടാണ് വിചാരിച്ചുകൊണ്ട് കർമ്മം ചെയ്യാതിരിക്കണം. എന്നാൽ സത്വഗുണത്തിലുള്ള ആൾക്കാർ കർമ്മം ചെയ്യേണ്ട കാര്യം എന്താ മനസ്സിലാക്കുന്നുണ്ട്, എന്തിനാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്, വേദങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അത് താൻ ചെയ്യേണ്ടതാണ്. കാരണം എന്താണ്? തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ആത്മീയ ഉന്നമനമാണ്. അപ്പം നമ്മുടെ ആ ഡിറ്റർമിനേഷനാണ് പ്രധാനം. എപ്പോഴും ക്ലാരിറ്റി വേണം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നുള്ളത് കൃഷ്ണ സാക്ഷാത്കാരമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പം അതിലടങ്ങിയ ബുദ്ധിമുട്ട് മുഴുവൻ നമ്മൾ ഒരു വിഷമമില്ലാണ്ട് സുഖമായിട്ടിരിക്കും. ഇപ്പൊ ആത്മസാക്ഷാത്കാരം ഇതില് ശ്രീമദ് ഭാഗവതം ഫസ്റ്റ് സ്കാൻഡിൽ പറയുന്നുണ്ട്, വിതുരയുടെ ഉപദേശം കൊണ്ട് ധൃതരാഷ്ട്ര വീട് ഉപേക്ഷിക്കുകയാണ്. വിതുര പറയും കഷ്ടമല്ലേ ഇത് ഇത്രയും പാണ്ഡവർ ഉപദേശിച്ചിട്ട ആള് പാണ്ഡവരുടെ ദയ കൊണ്ട് ജീവിച്ചു പോവാണ്. കാരണം നിങ്ങൾക്ക് വേറെ വഴിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുകയാണ്, അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുന്നത് എന്ന് വിതുരൻ. അത് തെറ്റാണ്. അങ്ങനെ ആരും ഒരാളും ഡിപ്പെൻഡ് ചെയ്തിരിക്കണം. നിങ്ങൾ ശേഷിഷ്ടകാലം ഭഗവത് സാക്ഷാത്കാരത്തിന് വേണ്ടി ഇത് ഉപേക്ഷിച്ചിട്ട് ആരും പറയാണ്ട് ഇപ്പോൾ തന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോണം. അപ്പോൾ ഈ യുധിഷ്ഠിരൻ ഇത് പോയി കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ധൃതരാഷ്ട്രൻ പോയി എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി. തൻ്റെ ഭാഗത്തുനിന്ന് വലിയ തെറ്റുകൊണ്ടാണോ ഇങ്ങനെ വലിയ ഇറങ്ങിപ്പോയത്, ഒപ്പം ഗാന്ധാരിയും പോയിട്ടുണ്ട്. അപ്പോൾ കാലത്ത് ഭയങ്കര അദ്ദേഹം വിഷമിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം മനസ്സിലാക്കുന്നില്ല, ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും, ഇപ്പോൾ ആത്മീയത്തിൽ കാട്ടിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ ബുദ്ധിമുട്ടുകൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ആള് ഏറ്റെടുക്കും. അപ്പോൾ അതിൽ എക്സാമ്പിൾ പറയണ്ട, യുദ്ധത്തിൽ എതിരാളികളിൽ നിന്ന് കിട്ടുന്ന അടികളും
അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ബാണത്തിൽ മുറിവേറ്റും സാർ നല്ലൊരു യോദ്ധാവ്, ശരിയായിട്ടുള്ള യോദ്ധാവ്, അത് ആനന്ദിക്കുക ചെയ്യുക. യുദ്ധം വരുമ്പോൾ നമ്മൾ അങ്ങോട്ടും കൊടുക്കും, ഇങ്ങോട്ടും കുറെ കിട്ടും. ആ ഇങ്ങോട്ട് കിട്ടുമ്പോൾ ആനന്ദിക്കുന്നതാണ് ശരിയായിട്ടുള്ള യോദ്ധാവ്. കാരണം മിക്ക യുദ്ധത്തിൽ മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് കിട്ടുമ്പോൾ ഭയം കൊണ്ടാണ്. ഇവിടെ കിട്ടുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും, ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് വിചാരിച്ച് യുദ്ധത്തിന് പോവും. പക്ഷേ യുദ്ധത്തിന് കിട്ടുന്ന ഈ മുറിവുകളെല്ലാം അതിൽ ആനന്ദം കണ്ടെത്തുന്നതാണ് ശരിയായിട്ടുള്ള യോദ്ധാവ്. അതേപോലെ ആത്മീയ ജീവിതത്തിൽ ഇത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടല്ല, അത് ആനന്ദമാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ആത്മീയമായിട്ട് മുന്നേറാൻ കഴിയും. അപ്പൊ സത്വഗുണത്തിലുള്ള ആൾക്കാരുടെ ആ ഗോള് വളരെ ഫിക്സ്ഡ് ആണ്, വളരെ ദൃഢമാണ്. ഇതാണ് എനിക്ക് കൃഷ്ണനെ വേണം, ഈ ജീവിതത്തിൽ കൃഷ്ണനെ വേണം എന്ന് പറഞ്ഞിട്ട് അതിന് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാതെ അവിടെ ആനന്ദകരമായിട്ട് ചെയ്യും. കാരണം ഏത് ബുദ്ധിമുട്ടുണ്ട് കൃഷ്ണന്റെ സാക്ഷാ. അപ്പൊ കൃഷ്ണൻ തന്നെ അറേഞ്ച് ചെയ്ത കൃഷ്ണന്റെ, നമ്മൾ കൃഷ്ണൻ ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല, കൃഷ്ണൻ നമ്മുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കി തരും, അങ്ങനെ ഒരിക്കലും വിചാരിക്കില്ല. അതാണ് സത്വഗുണത്തിലുള്ള ആൾക്കാരെ. അപ്പൊ അതുകൊണ്ട് സത്വഗുണത്തിലുള്ള ആൾക്കാരാണ് ശരിയായിട്ട് ത്യാഗി. മറ്റുള്ളവര് കർമ്മം ചെയ്യുന്നേ ഇല്ല, അപ്പൊ അവരെ ത്യാഗിയായിട്ട് കണക്കാക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ